കോഴിക്കോട് വടകരയിൽ നിന്ന് കാണാതായ 2 ഇതര സംസ്ഥാന പെൺകുട്ടികളെ ജമ്മു കശ്മീരിൽ വെച്ച് കണ്ടെത്തി. പശ്ചിമ ബംഗാൾ സ്വദേശികളായ നർഗീസ് ഖാത്തൂൻ, രശ്മി മോനി എന്നിവരെയാണ് ജമ്മു കശ്മീർ RPF സുരക്ഷിതമായി കസ്റ്റഡിയിലെടുത്തത്. ബുധനാഴ്ച രാവിലെ 10 മണിയോടെ ജമ്മു കശ്മീർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയ കുട്ടികളെ റെയിൽവേ സംരക്ഷണ സേന തടഞ്ഞുവെക്കുകയായിരുന്നു. വ്യാഴാഴ്ച കുട്ടികളെ കേരള പോലീസിന് കൈമാറും. ആകാംക്ഷയുടെ നിമിഷങ്ങൾക്കൊടുവിൽ ശുഭപര്യവസാനം. കോഴിക്കോട് വടകര വില്യാപ്പള്ളി മയ്യന്നൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന പശ്ചിമ ബംഗാൾ സ്വദേശികളായ പെൺകുട്ടികളെ കാണാതായ കേസിലാണ് നിർണായക വഴിത്തിരിവ് ഉണ്ടായത്. പശ്ചിമ ബംഗാൾ ഹൂഗ്ലി ജില്ലാ സ്വദേശി ഷാബി ഷെയ്ഖിന്റെ മകൾ നർഗീസ് ഖാത്തൂൻ, ഇയാളുടെ ഭാര്യയുടെ ബന്ധുവായ രശ്മി മോനി എന്നിവരെയാണ് കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ മുതൽ താമസ സ്ഥലത്തു നിന്നും കാണാതായത്. കുട്ടികളെ കാണുന്നില്ലെന്ന് ശ്രദ്ധയിൽപ്പെട്ടതോടെ രക്ഷിതാക്കൾ വടകര പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് നടത്തിയ ഊർജിതമായ അന്വേഷണത്തിലാണ് കുട്ടികളുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ ഡൽഹിയിലാണെന്ന് കണ്ടെത്തിയത്. ഇതോടെ വടകര പോലീസ് സംഘം ഡൽഹിയിലേക്ക് തിരിച്ചു. എന്നാൽ ഡൽഹിയിൽ നിന്നും കുട്ടികൾ ട്രെയിൻ മാർഗം ജമ്മു കാശ്മീരിലേക്ക് കടക്കുകയായിരുന്നു. ബുധനാഴ്ച രാവിലെ 10 മണിയോടെ ജമ്മുവിൽ ട്രെയിൻ ഇറങ്ങിയ കുട്ടികളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ RPF ഇവരെ തടഞ്ഞുവെച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് വടകരയിൽ നിന്നും കാണാതായ കുട്ടികളാണെന്ന് വ്യക്തമായത്. കുട്ടികൾ കാശ്മീരിലുണ്ടെന്ന വിവരം ലഭിച്ച കേരള പോലീസ് അന്വേഷണ സംഘം അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. കുട്ടികൾ നാടുവിട്ടു പോകാനുള്ള സാഹചര്യവും എങ്ങനെയാണ് കാശ്മീരിൽ എത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വടകരയിൽ തിരിച്ചെത്തിയ ശേഷം പോലീസ് വിശദമായ അന്വേഷണം നടത്തും. കൈരളി ന്യൂസ്, കോഴിക്കോട്.